അപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണ്, എൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്, എൻ്റെ ഒപ്പമുള്ള ആളുകളെക്കുറിച്ചാണ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സൈക്കോളജി മറ്റേത് സബ്ജക്റ്റിനേക്കാളും വളരെ സിമ്പിളായിരിക്കും. ഇപ്പോൾ നമ്മൾ സൈക്കോളജിയുടെ പിതാവ് വില്യം വൂണ്ട്, ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇങ്ങനെ പഠിക്കാൻ നിന്നാൽ ഒരു ബാലികേറ മലയാണ്. എന്നാൽ അതിന് പകരം അതിൻ്റെ പിന്നിലുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ടും പിന്നെ നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാണ്. ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേൺ നമ്മൾ ഏത് പരീക്ഷ തന്നെ ആയാലും നമുക്ക് PSCയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വ്യത്യസ്ത എക്സാമുകൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ടെല്ല PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ റീജ. എന്നോടൊപ്പം കേരളത്തിലെ പ്രഗത്ഭനായ അധ്യാപകൻ, സൈക്കോളജി അധ്യാപകൻ റിയാസ് സാർ ഉണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടാകും. അതിൽ ചിലത് നമുക്ക് ഇന്ന് റിയാസ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ, പലരും നമ്മുടെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഒന്നും സൈക്കോളജിയായിട്ട് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോൾ ഫോഴ്സിനൊക്കെ സൈക്കോളജി എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സിലബസ് പലർക്കും ഒരു പേടിയോടുകൂടിയാണ് കാണുന്നത്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു വലിയ സിലബസ് ഉള്ള വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് സർ, പേടിക്കേണ്ടതായിട്ടുണ്ടോ? സൈക്കോളജി അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ചും മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ പറയുന്നതാണ്. അപ്പോൾ നമ്മളോട് ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സബ്ജക്റ്റ് മറ്റെന്തിനേക്കാളും സൈക്കോളജി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മനസ്സിലാക്കുക, നമ്മളെപ്പോലെ തന്നെയാണ് എല്ലാവരും. സ്കൂളിൽ സൈക്കോളജി പഠിക്കാൻ സാധ്യതയില്ല. ഇനി +2 ചില ബ്രാഞ്ചസിൽ സൈക്കോളജി ഉണ്ട്, പക്ഷേ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് പഠിക്കാറുള്ളൂ. ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്തും നമ്മളെപ്പോലെ തന്നെയാണ് അധികം ആളുകളും സൈക്കോളജി എടുത്ത് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സൈക്കോളജി പഠിക്കുമ്പോൾ ഇത് എന്നെക്കുറിച്ചാണ്, എൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്, എൻ്റെ ഒപ്പമുള്ള ആളുകളെക്കുറിച്ചാണ് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സൈക്കോളജി മറ്റേത് സബ്ജക്റ്റിനേക്കാളും വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, നമ്മളിപ്പോൾ ടെല്ല PSCയിൽ ആദ്യം കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് ഫോഴ്സ് എക്സാമാണ്. അപ്പോൾ ഫോഴ്സ് എക്സാമിന് ഒരു മെയിൻ സബ്ജക്റ്റായിട്ട് സൈക്കോളജി വരുന്നു. അപ്പോൾ എന്താണ് സർ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഫോഴ്സിൽ സൈക്കോളജിയുടെ ഒരു ആവശ്യമുണ്ടോ? അത് സൈക്കോളജി സിലബസിൽ ഉൾപ്പെടുത്തിയപ്പോൾ പലരും ചോദിച്ചൊരു ചോദ്യമാണ് മിസ്സി ചോദിച്ചത്. നമ്മൾ മനസ്സിലാക്കുക, സൈക്കോളജി എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. ജനറൽ സൈക്കോളജി ഉണ്ട്, അപ്ലൈഡ് സൈക്കോളജി ഉണ്ട്. ജനറൽ സൈക്കോളജിയിൽ നമ്മൾ വെറും തിയറീസ് മാത്രമേ പഠിക്കുകയുള്ളൂ. അപ്ലൈഡ് സൈക്കോളജിയിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ സൈക്കോളജി കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യുകയാണ് അതിനകത്ത് ചെയ്യുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് സൈക്കോളജി പഠിക്കുന്നുണ്ട്, അത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. ഇപ്പോൾ നമ്മുടെ പ്രിസൺ ഓഫീസറിലെ സൈക്കോളജി ഉണ്ട്, അത് ക്രിമിനൽ സൈക്കോളജിയാണ്. അപ്പോൾ നമ്മൾ ആരെയാണോ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട തിയറീസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ SIയിലും ക്രിമിനൽ സൈക്കോളജി, പിന്നെ മനുഷ്യൻ്റെ മനസ്സിനെക്കുറിച്ച് എങ്ങനെയാണ് മനുഷ്യൻ തെറ്റിലേക്ക് ചെന്ന് വീഴുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് അവനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നത്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അപ്പോൾ ഫോഴ്സിൽ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇത്തരം സൈക്കോളജി. അതുകൊണ്ടാണ് നമ്മുടെ സിലബസിൽ സൈക്കോളജി ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇത് അറിയുന്നത് കൊണ്ട് ഒരു മാനുഷിക മൂല്യം കൂടി വളരുന്നുണ്ട് അല്ലേ, മാർക്കിനപ്പുറം? അതെ. നമ്മളിപ്പോൾ സൈക്കോളജി നിങ്ങൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഠിക്കും കണ്ടീഷനിങ്. ഈ കണ്ടീഷനിങ് ആണ് പലപ്പോഴും നമ്മൾക്ക് ശീലങ്ങളിലേക്ക് മാറുന്നത്. അപ്പം മോശം ശീലങ്ങൾ മാറ്റാൻ എന്താണോ നമ്മുടെ സ്വഭാവത്തിൻ്റെ കാരണമെന്ന് കണ്ടെത്തിയാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതും ഒരു തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സിലബസ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ പ്രിസൺ ഓഫീസറിൻ്റെ ആണെങ്കിലും SIൻ്റെ ആണെങ്കിലും ഒക്കെ സിലബസ് നോക്കുമ്പോൾ ഇതൊരു ബാലികേറാമലയാണോ? നമ്മൾ പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകളാണ് സൈക്കോളജി പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ സിലബസിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? സിലബസിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഫോഴ്സിൽ പ്രിസൺ ഓഫീസറിലെ സൈക്കോളജി ഉണ്ട്. പ്രിസൺ ഓഫീസറിലെ സൈക്കോളജി കുറച്ചുകൂടി എളുപ്പമാണ്. SI ആ ഒരു പോസ്റ്റ് അനുസരിച്ച് തന്നെ കുറച്ചുകൂടി സിലബസ് വാസ്റ്റാണ്, ചോദ്യം കുറച്ചുകൂടി ടഫ് തന്നെയാണ്. ഒരിക്കലും ഒരു ബാലികേറ മലയൊന്നുമല്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ നമ്മൾ സൈക്കോളജിയുടെ പിതാവ് വില്യം വൂണ്ട്, ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇങ്ങനെ പഠിക്കാൻ നിന്നാൽ ഒരു ബാലികേറ മലയാണ്. എന്നാൽ അതിന് പകരം അതിൻ്റെ പിന്നിലുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ടും പിന്നെ നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷനൊക്കെ വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിളാണ്. നമ്മുടെ ചോദ്യങ്ങൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്രിസൺ ഓഫീസറിലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. SIയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി കടുപ്പം തന്നെയാണ്, അത് നമ്മൾ അങ്ങനെ തന്നെ പറയണം. കുറച്ചുകൂടി ഡെപ്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാലേ നമുക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. SI പലർക്കും ഒരു സ്വപ്നമാണ്. അതെ. അപ്പോൾ പക്ഷെ അതുകൊണ്ട് തന്നെ ടഫ് ക്വസ്റ്റ്യനുമാണ്, ഒരുപാട് പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. രണ്ടും അപ്പോൾ 2 ലെവലാണ് അല്ലേ? പ്രിസൺ ഓഫീസറാണെങ്കിലും SI ആണെങ്കിലും സൈക്കോളജി വേറൊരു ആസ്പെക്റ്റിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് രണ്ടും ഒരേ പഠനം നമുക്ക് മതിയാവില്ല. ഒന്ന് പ്രിസൺ ഓഫീസർ മലയാളത്തിലാണ്, SI ആകുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്, പക്ഷെ അതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതാണ് കുറച്ചുകൂടി സേഫ്. സിലബസ് നല്ല വ്യത്യാസമുണ്ട്. ആ ഒരു ഡിഗ്രി ലെവൽ അതേപോലെ ഒരു 10th ലെവൽ ആ ഒരു വേരിയേഷൻ സൈക്കോളജിയിൽ വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റും.
ബട്ട് എല്ലാ PSCയിലും നമ്മൾ സിലബസ് 1 to 1 അങ്ങനെ ഒരു പഠനമായിരിക്കും. സിലബസ് പൂർണ്ണമായും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠനമാണ്. അതുകൊണ്ട് തന്നെ റിയാസ് സാറിനെ പോലുള്ള ഒരു അധ്യാപകൻ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് സൈക്കോളജി വലിയ ഒരു ബാധ്യതയായി മാറില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ സാർ നമ്മളിപ്പോൾ ബാക്കി സബ്ജക്ട്സ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ധാരാളം ഉണ്ട്. നമുക്കറിയാം PSCയുടെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ PYQs അതുപോലെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സൈക്കോളജി ഒരു പുതിയൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ LP-UPയിലൊക്കെ നേരത്തെ മുതലുണ്ടെങ്കിലും ഇപ്പോൾ പ്രിസൺ SI ഇതൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ PYQസിനെ നമുക്കൊന്ന് എക്സാമിന് ഒന്ന് പിടിച്ചെടുക്കാൻ പറ്റുന്നത്? നമുക്ക് സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് PYQs ഉണ്ടോയെന്ന് വെച്ചാൽ പ്രിസൺ ഓഫീസറിൻ്റെ PYQ കുറവാണ്. പക്ഷേ അതേസമയം പ്രിസൺ ഓഫീസറിൽ പഠിക്കാനുള്ള അതേ ടോപ്പിക്കുള്ള മറ്റു ചില എക്സാംസ് ഉണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീച്ചിങ് എക്സാമിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്. അതുപോലെ CDPO, ICDS, അതുപോലെ സ്റ്റാഫ് നേഴ്സിലെ സൈക്കോളജിയും സൈക്കാട്രിയും മെൻ്റൽ ഹെൽത്തും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ആ കണ്ട് പരിചയമുള്ള അതിൽ വെച്ച് പറയുകയാണ് ചോദ്യങ്ങളുടെ ആ ഒരു പാറ്റേൺ നമ്മൾ ഏത് പരീക്ഷ തന്നെ ആയാലും നമുക്ക് PSCയുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ വ്യത്യസ്ത എക്സാമുകൾ പരിശോധിച്ചാൽ നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ മുന്നിൽ 1-2 ചോദ്യ പേപ്പർ അല്ല, പ്രിസൺ ഓഫീസറിൻ്റെത് വരുന്നുണ്ട്, ICDSൻ്റെ വരുന്നുണ്ട്, CDPO വരുന്നുണ്ട്, LP-UP വരുന്നുണ്ട്, ടീച്ചിങ് എക്സാമുകളിലെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടും പരിശോധിച്ച് അതനുസരിച്ച് തന്നെയായിരിക്കും സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്കൂൾ ബുക്ക്, NCERT അങ്ങനെ പല സബ്ജക്ട്സും അങ്ങനെ സ്കൂൾ ബുക്കിൽ നിന്ന് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ സൈക്കോളജി ആണെങ്കിൽ അവിടെയും നമുക്ക് അങ്ങനൊരു സ്കൂൾ ബുക്ക് ഒന്നും പറയാനില്ല അല്ലേ? സൈക്കോളജിയിലേക്ക് വരുന്ന സമയത്ത് +1 +2 സൈക്കോളജി വരുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ പെട്ടെന്ന് നമ്മളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും. സ്കൂൾ ടെക്സ്റ്റ് ഉണ്ട്, പക്ഷെ അതെടുത്ത് വായിക്കുക കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. നമ്മൾ കുറച്ച് ക്ലാസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങളത് വായിക്കുന്നത് നല്ലതായിരിക്കും. സാർ അതും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കുമല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത്? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ടെല്ല PSC നിങ്ങൾക്ക് വേണ്ടി ജനുവരി 1 പുതിയ 2 കോഴ്സുകളാണ് ലോഞ്ച് ചെയ്യുന്നത്. ആദ്യ കോഴ്സ് നമ്മളുടെ പ്രിസൺ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് വെറും 499 രൂപയ്ക്കാണ് ഈ കോഴ്സ് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്കിന് കൂടുതൽ മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മോടൊപ്പമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ന്യൂ ഇയർ ഗിഫ്റ്റാണിത്. സ്പെഷ്യൽ ടോപ്പിക്കിന് വളരെയധികം പ്രാധാന്യം നൽകുകയും മോഡൽ എക്സാം 100 മാർക്കിൻ്റെ മോഡൽ എക്സാം നടത്തിക്കൊണ്ടുള്ള ഒരു കോഴ്സാണ്. അപ്പോൾ വെറും 499 രൂപ മാത്രമാണുള്ളത്. ഫീസ് കുറവാണെങ്കിലും ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ ഈ ഒരു കോഴ്സ് എത്രമാത്രം എഫക്റ്റീവാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ കോഴ്സിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് മാത്രമല്ല സർ, നമ്മൾ മറ്റൊരു കോഴ്സ് കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ജനുവരിയിൽ നമ്മളുടെ ഫോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ബാച്ച് കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെയും ഫീസ് വളരെ കുറവാണ്, 999 രൂപ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ കേരളത്തിലെ മികച്ച അധ്യാപകരാണ് ഓരോ സബ്ജക്റ്റും കൈകാര്യം ചെയ്യാനുള്ളത്. അത് ഒരു സബ്ജക്റ്റിന് ഒരു അധ്യാപകനല്ല, ഒരു ടീമുണ്ട്. ഈ ഒരു ടീം തന്നെയാണ് നമ്മളുടെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും ടെല്ല PSCയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വരാൻ പോകുന്ന ജോബ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. തീർച്ചയായിട്ടും മികച്ച രീതിയിലുള്ള പഠനമായിരിക്കും ഇവിടെ ഉണ്ടാവുക. സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ തന്നെ PYQs, സ്കൂൾ ബുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ക്വാളിറ്റി സ്റ്റഡി ഇവിടെ ഉണ്ടാകും. നിങ്ങളുടെ ടൈം വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ടെല്ലയോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും 2 കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സാണ്, മറ്റൊന്ന് നമ്മുടെ ലോങ് ടേം 999ൻ്റെ കോഴ്സാണ്. ഇതൊരു ന്യൂ ഇയർ ഗിഫ്റ്റായി നിങ്ങൾ കാണണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.